2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. തൂർ തെക്കുംപുറം മേഖലയിലെ വർഷങ്ങളായുള്ള മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം PMK സിറാജ് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. തിങ്കളാഴ്ച ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇരകളുടെ മൊഴി രേഖപ്പെടുത്തി. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയാണ് ഉന്നതതല പരിശോധനയ്ക്ക് വഴിവെച്ചത്. ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. 10 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത മോഷണക്കേസുകൾ, തെളിവില്ലെന്ന കാരണത്താൽ റഫർ ചെയ്ത കേസുകൾ എന്നിവ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും വിലയിരുത്തും. വീടുകളിലുണ്ടായ മോഷണങ്ങൾ, വീടുകളിൽ അതിക്രമിച്ചു കയറി സ്വത്ത് നശിപ്പിക്കൽ, ജലസംഭരണികൾ തകർക്കൽ, ടാപ്പുകൾ തുറന്നുവിട്ട് വെള്ളം പാഴാക്കൽ തുടങ്ങിയ സംഭവങ്ങൾ സംബന്ധിച്ച പരാതികളും അന്വേഷണ പരിധിയിലുണ്ട്. കഴിഞ്ഞ വർഷം ഒരു വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസും സമീപ വീടുകളിൽ നടന്ന മോഷണ ശ്രമങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നിനും തെളിവില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. തെക്കുംപുറം ജുമാ മസ്ജിദിൽ നിന്ന് പണം മോഷണം പോയ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന പരാതിയും പരിശോധിക്കും. വിവിധ കേസുകളിലെ അന്വേഷണ നടപടികൾ ക്രൈംബ്രാഞ്ച് വിലയിരുത്തി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ കൈക്കൊള്ളുക. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ.